my dears, welcome back to our YouTube channel. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാൽ ട്യൂസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സൺഡേസിലായിരിക്കും ഈ തൊട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ട്യൂസ്ഡേസിലും ഫ്രൈഡേസിലും, അതായത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും നമ്മൾ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ഇടുക. സൺഡേസിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു വ്ളോഗ് വീഡിയോസ് ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ദീപാവലിയൊക്കെ വരുന്നത് പ്രമാണിച്ചിട്ട് നമ്മൾ ഇത്തവണ ഒരു പഞ്ചാബി സമോസയാണ് ഉണ്ടാക്കുന്നത്. സമോസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. കേരള സമോസയുണ്ട്, പഞ്ചാബി സമോസയുണ്ട്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്ക് എങ്ങനെയാണ് സമോസ ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മളൊരു ഇവന്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മുടെ ചോദിച്ചത് നമ്മുടെ പാർട്ട്ണർഷിപ്പിലുള്ളതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെതല്ല, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവരുടെ ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് എങ്ങനെയാണ് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് സമോസ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഫുഡ് ട്രാവൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ചാനലിൽ ഞാൻ വരുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ബെൽ ബട്ടൺ ഐക്കൺ പ്രസ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സമോസ ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂണൊക്കെ കഷ്ടി മതിയിട്ട് ഉപ്പ്. അതേപോലെ ഇതിലേക്ക് വേണ്ടതാണ് അയമോദകം. ഇതാ നിങ്ങൾ കണ്ടോ, ഇതാണ് അയമോദകം. അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കണ്ട കേട്ടോ, ഒരുപാട് ചേർക്കണ്ട, നമുക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നേരിട്ട് ചേർക്കരുത് ആദ്യം തന്നെ, കാരണം ഇത് നല്ലൊരു മൊരി എന്ന് പറഞ്ഞ വരില്ല, അതായത് ബ്രെഡ് ക്രംസ് ഒക്കെ പോലെ കാണുന്ന പോലെ ഉണ്ടാവുമ്പോൾ മാത്രമേ എനിക്ക് വെള്ളം ചേർക്കാൻ പാടുള്ളൂ. വെള്ളം ചേർക്കുന്നതും ഒരു 1/4 കപ്പ് മാക്സിമം ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ പൂരിക്കോ ഒന്നും പരത്തുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് ആവരുത്. ഇത് നല്ല കട്ടി ഉണ്ടായിരിക്കണം. നല്ല ശക്തി കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഞാൻ തന്നെ നല്ല ശക്തി കൊടുത്തിട്ടാണ് ഇത് നന്നായി പരത്തിയെടുക്കേണ്ടത്. ആ വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൈ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്ത് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹാർഡായിട്ടാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. പഞ്ചാബി സ്റ്റൈല് സമോസയ്ക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതിന് നമുക്ക് ഒരു നനഞ്ഞ ടവൽ വെച്ച് കവർ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ വെക്കാം. നമുക്കിനി മസാല ഉണ്ടാക്കാൻ 3 ഉരുളക്കിഴങ്ങ് നന്നായി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. നല്ല എരിവുള്ള 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മളവിടെ അരച്ച് വെച്ചിരിക്കണ പേസ്റ്റില്ലേ, പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും കൂടിയിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് കഷ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക, അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്നായി വരുമ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചാട്ട് മസാല ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചാട്ട് മസാലയിൽ ഓൾറെഡി കുറച്ച് ഉപ്പിൻ്റെ അംശമുണ്ട്, എന്നാലും നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിൽ ഞാൻ ലേശം ഉപ്പിട്ടിട്ടേ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ എടുത്തിട്ട് ഈ മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങിലേക്ക് ആ ഗ്രേവി, ആ മസാല നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മസാല നന്നായി ഉരുളക്കിഴങ്ങുമായിട്ട് മിക്സ് ചെയ്ത് വേണം വരാൻ. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കാം. സമോസ കേരള സമോസ പോലെയല്ല, അത്യാവശ്യം കട്ടിയുള്ളൊരു സമോസ ഷീറ്റായിരിക്കും നോർത്ത് ഇന്ത്യൻ സമോസയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു ഉരുള പോലെ എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് ഇതേപോലെ ഓവൽ ഷേപ്പിലായിട്ട് പരത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ പരത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം കട്ടിയുണ്ടെന്ന് അല്ലേ. നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പരന്നു പോരും. പിന്നെ ഇതുപോലെ പരത്താനായിട്ട് വേറെ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് പരന്ന് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പരന്ന് പോന്നോളും. അപ്പോൾ
ഒരു ഓവൽ ഷേപ്പിൽ. അപ്പോൾ ഒരു ഉണ്ടേന്ന് നമുക്ക് 2 സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരെണ്ണത്തിന് മാറ്റി വെച്ചിട്ട് ഒരു പീസിന് ഒന്നും കൂടി നമുക്കൊന്ന് ഇത്രയും തിക്നെസ് നമുക്ക് ആവശ്യമില്ല, ഒന്നും കൂടി ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഷേപ്പ് ഇതിപ്പോൾ അത്ര കുഴപ്പമില്ല. നമുക്കൊരു സെമി സർക്കിൾ, കറക്റ്റ് സെമി സർക്കിളായിട്ടൊന്നും വേണ്ട, കുറച്ച് പക്ഷേ ഇത്തിരി നീളത്തിൽ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമോസേൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടിയാൽ മതി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു ലേശം വെള്ളം നനച്ചിട്ട് മോൾ ഭാഗത്തിൻ്റെ പകുതി ഭാഗം ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ കണ്ടോ, ഈ കാണിക്കുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഉള്ളിലേക്ക് വെള്ളമില്ലാത്ത ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെള്ളമുള്ള ഭാഗം പുറം ഭാഗത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും കണ്ടോ. ഇപ്പോൾ ഇവിടെ ദൂരത്തവണ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് വിട്ട് പോരില്ല, കാരണം അത്യാവശ്യം നല്ല കട്ടിയിലല്ലേ നമ്മൾ ഈ ഷീറ്റ് പരത്തണത്. അപ്പോൾ നമ്മളുടെ കോൺ പോലെ സമോസ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് നമുക്ക് മസാല നല്ല തിക്കായിട്ട് നല്ലോണം സ്റ്റഫ് ചെയ്ത് കൊടുക്കണം, ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സാധാരണ നമ്മൾ സ്പൂൺ എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് താഴെ പോയാൽ മാറ്റേക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നിറച്ച് മസാല ഒരു സമോസയ്ക്ക് ചേർക്കണം. ഇത് കണ്ടോ, നല്ലോണം ഫില്ലായിട്ട് പ്രസ് ചെയ്ത് വെച്ചോ മസാല. അതിന് ശേഷം ഈ ബാക്കിയുള്ള ഭാഗത്തും കൂടി കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കാം, കാരണം നമുക്കത് ഒട്ടിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഈ സമോസേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽഭാഗത്ത് ആ ഭാഗത്ത് ഇപ്പം ഞാനെടുത്ത ഭാഗം കണ്ടില്ല, അവിടെ ഒരു ചെറിയൊരു മടക്ക് പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സമോസ വരും. അപ്പോൾ അത് ഇങ്ങനെ ഒന്നും ഒരു ചെറിയ മടക്ക് കൊടുത്തിട്ട് ഈ താഴ്ഭാഗത്തേക്ക് വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്ക് ഭാഗത്ത് കണ്ടോ ശരിക്കും ഒരു ചെറിയൊരു സ്ലിറ്റ് പോലെ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സമോസേൻ്റെ ശരിക്കത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. മാത്രമല്ല അങ്ങനെ വെക്കുമ്പോൾ അതങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ ബാക്കിയുള്ള സമോസയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും 10 മിനിറ്റ് സമയമായി. അപ്പോൾ നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. ഇപ്പം ഞാൻ ഇട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആയിട്ടില്ല എന്ന്, പക്ഷേ ഒരു ഇങ്ങനെ പതുക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ സമോസ വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു സമയം അപ്പം ആക്ച്വലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ എണ്ണ നിറച്ചൊഴിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പം ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കണ കാരണം കൊണ്ട് പകുതി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എന്തായാലും സ്പേസ് ഉള്ള കാരണം കൊണ്ട് 3 സമോസ നമുക്കിതിൽ വറുത്ത് കോരാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ആയതിന് ശേഷം 2 സൈഡും, അത് 2 സൈഡല്ല ശരിക്കും പറഞ്ഞാൽ 4 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം. ഇത്രയും എണ്ണ കുറവ് ഒഴിക്കണ കാരണം കൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങി. അപ്പോൾ എല്ലാ സൈഡിലും ഗോൾഡൻ കളർ വരാനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, മൈദ ഇട്ട് വേവില്ല. അപ്പോൾ നമ്മളുടെ സമോസ ഏകദേശം നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുതന്നെയാണ് പെർഫെക്റ്റ് കളർ എന്ന് പറയണത്. അപ്പോൾ നമുക്കിതിനി എണ്ണയിൽ നിന്നൊന്ന് വറുത്ത് കോരി എടുക്കാം. എണ്ണ തീരെ കുടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമോസയാണിത്. എണ്ണ തീരെ കുടിക്കുന്നില്ല. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. എണ്ണയൊന്നും കുടിച്ചിട്ടുമില്ല, അതിൻ്റെ മുകളിൽ എണ്ണ നിൽക്കുന്നുമില്ല. അതേപോലെ നമുക്ക് ബാക്കിയുള്ള സമോസ ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമോസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതേപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസും അതേപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജസൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ബാക്കിയുള്ള വീഡിയോസും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടിയുള്ള ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.